ഹായ് ഡോക്ടേഴ്സ്. ഇപ്പോൾ നമ്മളിന്ന് PM റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഫെയിലുവർ ആണ്. സോ വാട്ട് യു മീൻ ബൈ റെസ്പിറേറ്ററി ഫെയിലുവർ? റെസ്പിറേറ്ററി ഫെയിലുവർ മീൻസ് ഇറ്റ് ഈസ് ദ എൻറ്റയർ ആയിട്ടും എന്താണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ എൻറ്റയർ ആയിട്ടും ഒരു ഒരു താളത്തെറ്റൽ സംഭവിക്കുമ്പോൾ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് റെസ്പിറേറ്ററി ഫെയിലുവർ. ആൻഡ് ദീസ് റെസ്പിറേറ്ററി ഫെയിലുവർ മേ ഈവൻ കാസ് ടു കോമ ആൻഡ് ഡെത്ത്. ആ ഒരു കോമ അല്ലെങ്കിൽ ഒരു ഡെത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരെ ഉണ്ടാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റെസ്പിറേറ്ററി ഫെയിലുവർ we must have a knowledge about what the process of respiration, how the exchange of gases takes place inside the body, how these gases are transported in the body, and how this entire process of respiration will be regulated inside the body. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ധാരണ അത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കറക്റ്റായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ജസ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല, വളരെ അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്സ് മാത്രം ഒന്ന് പറഞ്ഞതിന് ശേഷം റെസ്പിറേറ്ററി ഫെയിലുവർ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഓക്കെ, സോ ഗോയിങ് ടു the process of respiration. We know what is respiration. Respiration means it is the process by which oxygen is taken in, whereas carbon dioxide is taken out. Taken in and taken out. From where to where? Oxygen is taken in from the atmosphere to the body, to the respiratory tract, whereas the carbon dioxide, and from where this carbon dioxide occurs in the body or produced in the body. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? It is produces as a result of various metabolic activities inside the body. Due to various മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ ബോഡി. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ടും എല്ലാ ടിഷ്യൂസിലും കണ്ടിന്യൂസ് ആയിട്ട് പല തരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും ബോഡിക്കുള്ളിൽ ഇതെല്ലാം നടക്കുവാണ്. അപ്പോൾ ഈ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഗ്യാസാണ് വിച്ച് ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് വി നോ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു പോയ്സണസ് ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് കളയണം, അല്ലേ? ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് തള്ളിക്കളയണം. അപ്പോൾ ആ ഒരു കാര്യം സംഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുമ്പോൾ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഓരോ കോശങ്ങളും ഓരോ സെൽസും ടിഷ്യൂസും, വി നോ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ബേസിക് യൂണിറ്റ് നോൺ എ സെൽ. കുറേ അധികം സെൽസ് ചേർന്നൊരു ടിഷ്യൂ ഉണ്ടാകും, കുറേ അധികം ടിഷ്യൂസ് ചേർന്ന് വരുന്നതാണ് ഒരു ഓർഗൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സെല്ല്, ഈവൻ ഒരു മൈന്യൂട്ട് ഏറ്റവും ചെറിയ ഒരു ഡിഗ്രിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സെല്ലിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ വേണം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യണം? ഇത് അറ്റ്മോസ്ഫിയറിലാണുള്ളത്. ആ അറ്റ്മോസ്ഫിയറിനെ ഉള്ള ഓക്സിജനെ എന്ത് ചെയ്യണം? ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റാണ്. അതുപോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളിക്കളയാനും റെസ്പിറേറ്ററി ട്രാക്റ്റ് തന്നെയാണ് സഹായിക്കുന്നത്. ആൻഡ് ഹൗ ദീസ് പ്രോസസ് ഹാപ്പൻസ്? ഈ ഒരു പ്രക്രിയ നടക്കണം. ഇത് എങ്ങനെ നടക്കുന്നു? ശരീരത്തിനകത്ത് ഇത് നടക്കുന്നുണ്ട്. ഇത് എങ്ങനെ നടക്കുന്നു? This process is happened by a named process known as diffusion. So how this exchange of gases takes place inside the body? Exchange of gases takes place in the body by the process of diffusion, that is bulk flow diffusion. അതായത് വളരെ ബൾക്കായിട്ട് തന്നെ ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്കും അകത്തേക്കും ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് എക്സ്ചേഞ്ചബിൾ ആകുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിഫ്യൂഷൻ? എന്താണ് ഡിഫ്യൂഷൻ? സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫ്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, സോ
സോ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. സോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? നമ്മൾ കുഞ്ഞുകാലത്ത് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മോളിക്യൂൾസ് of a substance moves from a region of high concentration to a region of low concentration. ഓക്കെ, അപ്പോൾ അതായത് ഒരു സബ്സ്റ്റൻസിലെ മോളിക്യൂൾസ് എവിടെയാണോ ഹൈ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് എവിടെയാണോ ഹൈ ക്വാണ്ടിറ്റി ഉള്ളത്, അവിടെ നിന്ന് ലോ ആയിട്ടുള്ള കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ദിസ് ഡിഫ്യൂഷൻ ഹാപ്പൻസ് ഇൻ വെയർ? ഡിഫ്യൂഷനിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, അല്ലേ? ആൻഡ് ബോഡിയിലെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ റെസ്പിറേറ്ററി മെംബ്രൈനിലാണ്. റെസ്പിറേറ്ററി മെംബ്രൈൻ. It is also known as alveolo-capillary membrane. Alveolo-capillary membrane or respiratory membraneലാണ് എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ ഡിഫ്യൂഷൻ നടക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് റെസ്പിറേറ്ററി മെംബ്രൈൻ? റെസ്പിറേറ്ററി മെംബ്രൈനിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, റെസ്പിറേറ്ററി മെംബ്രൈൻ. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ റെസ്പിറേറ്ററി മെംബ്രൈൻ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമാണ് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. സെക്കൻഡ്, ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ്, ഒരു പ്രഷർ ഡിഫറൻസ്. ആ പ്രഷർ ഡിഫറൻസിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഗ്യാസസിനെ എക്സ്ചേഞ്ചബിൾ ആകാനായിട്ട് പറ്റൂ. ആൻഡ് വി ഡീൽ അബൌട്ട് ദീസ് ടോപ്പിക് ലേറ്റർ. ഓക്കെ, മൂന്നാമതായിട്ട് പൾമണറി കാപ്പിലറി ബ്ലഡ് ഫ്ലോ. പൾമണറി കാപ്പിലറി ബ്ലഡ് ഫ്ലോ. പൾമണറി കാപ്പിലറീസിൽ കൂടെ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോയും ഉണ്ടായിരിക്കണം. ഓൾ ദീസ് എന്താ പറയുക ടോപ്പിക്സ് ആർ സ്റ്റഡി ഡീറ്റെയിൽഡ് ഇൻ ദ ലേറ്റർ പാർട്സ് ഓഫ് ദ ലെക്ചർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ നടക്കാൻ ഫസ്റ്റ് വേണ്ട ഒരു കാര്യമാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ ഓർ ആൽവിയോളോ കാപ്പിലറി മെംബ്രെയിൻ. സെക്കൻഡ്, ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് വേണം ഓർ ഡിഫ്യൂഷൻ ഗ്രേഡിയൻറ്റ്. തേർഡ് വൺ, വി മസ്റ്റ് ഹാവ് എന്താണ് ആവശ്യം? അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പൾമണറി കാപ്പിലറി ബ്ലഡ് ഫ്ലോയും ഉണ്ടായിരിക്കണം. ദെൻ ഡീലിംഗ് വിത്ത് ആൽവിയോളോ കാപ്പിലറി മെംബ്രെയിൻ. നമുക്ക് ആൽവിയോളോ കാപ്പിലറി മെംബ്രെയിൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെംബ്രെയിനിയസ് സ്ട്രക്ചർ ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ദ ഗ്യാസസ്, റെസ്പിറേറ്ററി ഗ്യാസസ് ടേക്സ് പ്ലേസ്, അല്ലേ? ആൻഡ് ഹൗ ദീസ് റെസ്പിറേറ്ററി മെംബ്രെയിൻ ഈസ് ഫോംഡ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ epithelium of respiratory unit. It is formed by the epithelium of respiratory unit. And this respiratory unit consists of which structures? എന്തൊക്കെയാണ് റെസ്പിറേറ്ററി യൂണിറ്റിലുള്ളത്? ആൽവിയോളൈ, ആൻട്രം, ആൽവിയോളാർ സാക്, ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ചേർന്നിട്ടാണ് റെസ്പിറേറ്ററി യൂണിറ്റ് അല്ലെങ്കിൽ ആൽവിയോളോ കാപ്പിലറി മെംബ്രെയിൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ റെസ്പിറേറ്ററി മെംബ്രെയിൻ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ലങ്സിലെ ആൽവിയോളയിൽ ആയിരിക്കും, അല്ലേ? ആൻഡ് ദീസ് റെസ്പിറേറ്ററി മെംബ്രെയിൻ ഈസ് ഫോംഡ് ബൈ എപ്പിത്തീലിയം ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ, റെസ്പിറേറ്ററി യൂണിറ്റ്. അത് മാത്രമല്ല, ആൻഡ് ഓൾസോ എൻഡോത്തീലിയം ഓഫ് പൾമണറി കാപ്പിലറി. അതായത് റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെംബ്രെയിൻ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു റെസ്പിറേറ്ററി യൂണിറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ബൈ ദ എപ്പിത്തീലിയം ഓഫ് റെസ്പിറേറ്ററി യൂണിറ്റും അതുപോലെ തന്നെ എൻഡോത്തീലിയം ഓഫ് പൾമണറി കാപ്പിലറിയും ചേർന്ന് വന്നിട്ടുള്ളതാണ് ആൽവിയോളോ കാപ്പിലറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൽവിയോളാർ പാർട്ടും അതിന് വരുന്നുണ്ട്, കാപ്പിലറി പാർട്ടും അതിന് വരുന്നുണ്ട്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ആൽവിയോളാർ part and a capillary part. And this alveolar part, what alveolar partil എന്താ ഉള്ളത്? ആൽവിയോളാർ പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഇങ്ങനെ വന്ന്
സോ ഇത്രയും സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ആൽവിയോളാർ പാർട്ട് എന്ന് പറയുന്നത്. ആൽവിയോളാർ പാർട്ട് ഈസ് ഫോംഡ് ബൈ ഫസ്റ്റ് എ മോണോമോളിക്കുലർ ലെയർ ഓഫ് സർഫക്റ്റൻറ്റ് ലെയർ ഉണ്ട്, ആൻഡ് there is a thin layer of fluid which lines the alveoli, and also the third one is an alveolar epithelial layer. So what are the structures that are formed by the alveolar portion of the alveolar capillary membrane? എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് അവിടെ കാണാൻ പറ്റുക? നമുക്കിത് നോക്കിയാൽ കാണാൻ പറ്റും. കൺസിസ്റ്റ്യൂട്ട്സ് എ സർഫക്റ്റൻറ്റ് ലെയർ, ഇറ്റ് ഹാസ് എ ഫ്ലൂയിഡ് ഫിൽഡ് തിൻ ലെയർ ഓഫ് ഫ്ലൂയിഡ് that lines the alveoli, and also it constitutes the alveolar epithelium. ഈ മൂന്നും ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ആൽവിയോളാർ പോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ കാപ്പിലറി പോർഷൻ. കാപ്പിലറി പോർഷനിൽ എന്തൊക്കെയാണ്? കാപ്പിലറി പോർഷൻ മീൻസ് ഈ റെഡ് ആയിട്ടുള്ള ഏരിയ അത്രയും കാപ്പിലറി പോർഷനാണ്. കണ്ടു ഇത്രയും ദിസ് എൻറ്റയർ റെഡ് കളേർഡ് സ്ട്രക്ചർ സീൻ ഇൻ ദിസ് പിക്ചർ, ഇറ്റ് ഈസ് നോൺ ആസ് ദ കാപ്പിലറി പോർഷൻ ഓഫ് ദ respiratory membrane or the alveolo-capillary membrane. അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കാപ്പിലറി ബേസ്മെൻറ്റ് മെംബ്രൈൻ ആൻഡ് എ കാപ്പിലറി എൻഡോത്തീലിയം So capillary portion of the alveolo-capillary membrane consists of which two things, രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കാപ്പിലറി ബേസ്മെൻറ്റ് മെംബ്രൈൻ ആൻഡ് എ കാപ്പിലറി എൻഡോത്തീലിയം. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഏരിയയും പറഞ്ഞു, ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ഏരിയയ്ക്കും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലേ? ദിസ് സ്പേസ് ഈസ് നോൺ ആസ് ദ ഇൻറ്റർസ്റ്റീഷ്യൽ space of the respiratory membrane. So alveolar capillary membrane ഒരു alveolar space ഉണ്ട്, ഒരു interstitial space ഉണ്ട്, ഒരു capillary portion ഉണ്ട്. This alveolar portionൽ നമുക്ക് കാണാൻ പറ്റും it has a layer of monomolecular layer of surfactant. It has a thin fluid filled layer which lines the alveoli and an alveolar epithelium. After that there is a space known as in between the alveolar and capillary, there is a space that is known as interstitial space, and at last this alveolar capillary membrane has a capillary portion, that is it constitutes the capillary portion constitute the capillary basement membrane and the capillary endothelium. Okay, hope you got it. സോ നെക്സ്റ്റ് ഈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റെസ്പിറേഷൻ നടക്കുന്നത് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് അല്ലേ? ഡിഫ്യൂഷനിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. സോ ആ ഡിഫ്യൂഷൻ അതിനെ നമ്മൾ ഒരു ഗ്യാസിൻ്റെ എത്രത്തോളം ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ഈസ് വി ഡീലിംഗ് അബൌട്ട് ദ ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓഫ് എ ഗ്യാസ്. So how this diffusing capacity can be defined? എങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? It is the measure or rate or volume of gas. Measure of rate of what? Volume of gas transfer into the length per partial pressure gradient. That is, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ദിസ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ഗ്യാസ് ദാറ്റ് ഡിഫ്യൂസസ് ടു ദ റെസ്പിറേറ്ററി മെംബ്രൈൻ ഈച്ച് മിനിറ്റ് ഫോർ എ pressure gradient of how much gradient of 1 mm Hg, pressure gradient of 1 mm Hg, that is per minute 1 mm Hg എത്രത്തോളം വോളിയം ഓഫ് ഗ്യാസിനെ ലെങ്സിനെ ഡിഫ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുമോ ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ആൻഡ് ദീസ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ എത്രയാണ്? ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ ഈസ് 21 is
diffusing capacity of oxygen is 21 milliliters per minute per 1 mmHg, whereas that of carbon dioxide is 400 ml per minute per 1 mmHg. ഓക്കെ, അതായത് നമ്മൾ നോക്കുമ്പോൾ അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ഹൈ ഡിഫ്യൂസിങ് കപ്പാസിറ്റി 20 times മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഓക്സിജൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് ഡിഫ്യൂസബിൾ ആകുന്ന ഒരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വി നോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ വോളട്ടൈൽ ഗ്യാസ്. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് റിമൈൻ സ്റ്റേബിൾ ഇൻ ദ, അതെവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലത്ത് അതൊരിക്കലും സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. ഇറ്റ് ഈസ് എ വോളട്ടൈൽ ഗ്യാസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഗ്യാസ് വിച്ച് ഈസ് ഹാവിങ് ഹൈ rate of diffusing capacity. That is how much? 400 milliliters per minute per 1 mmHg. Okay. So the next is the factors affecting the diffusing capacity. So what are the factors that affecting the diffusing capacity? നമ്മൾ ഡിഫ്യൂസിങ് കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കി, അല്ലെങ്കിൽ ഡിഫ്യൂഷനെ കുറിച്ച് നമ്മൾ നോക്കി അല്ലേ, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്. അപ്പോൾ ഈ ഡിഫ്യൂഷൻ വളരെ ബൾക്കായിട്ടാണ്, ദാറ്റ് ഈസ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ കടന്നൽ കൂടൊക്കെ തുറന്നു വിടുന്ന പോലെ അതുപോലെ ബൾക്കായിട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ആൻഡ് വെറുതെ അങ്ങനെ ഡിഫ്യൂഷൻ നടക്കത്തില്ല. ഡിഫ്യൂഷൻ നല്ല രീതിക്ക് നടക്കണമെങ്കിൽ കുറച്ച് പാരാമീറ്റേഴ്സ്, കുറച്ച് ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അബൌട്ട് ദാറ്റ് ഫാക്ടേഴ്സ്. അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. So the first one is the pressure gradient, solubility of the gas in the fluid medium, total surface area, molecular weight of the gas, and also at last one more thing, thickness of റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഇത്രയും 5 കാര്യങ്ങളാണ് ഡിഫ്യൂസിങ് കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് ദിസ് പ്രഷർ ഗ്രേഡിയൻ, ദി സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ആൻഡ് ദിസ് ടോട്ടൽ സർഫസ് ഏരിയ, ഓൾ ദീസ് പാരാമീറ്റേഴ്സ് ഹാസ് എ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ഇൻഫ്ലുവൻസ് വിത്ത് ദ ഡിഫ്യൂസിങ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്താൽ ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സ് ഓൾസോ ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് ഡിഫ്യൂസിങ് കപ്പാസിറ്റി നടക്കുകയുള്ളൂ. നല്ലൊരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കണം, ഒരു ഡിഫ്യൂസബിൾ ആകേണ്ട ഗ്യാസിൽ നല്ലൊരു സോലിബിലിറ്റി, നല്ലൊരു ലയിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടുതലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെസ്പിറേറ്ററി മെംബ്രെയിന് ആ ഒരു സർഫസ് ഏരിയ, ഡിഫ്യൂഷൻ നടക്കാനുള്ള ഒരു സർഫസ് ഏരിയ കൂടുതലായിരിക്കണം അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ ഡിഫ്യൂസിങ് കപ്പാസിറ്റി നല്ല രീതിക്ക് നടക്കും. അതല്ല ഇവയൊക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഡിഫ്യൂഷനും ആ രീതിയിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓൾസോ ഡിക്രീസസ്. Then what about this molecular weight of the gas and this thickness of the respiratory membrane? Final 2 parameters. അതിന് ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ കോണ്ടാക്റ്റാണ് ഡിഫ്യൂസിങ് കപ്പാസിറ്റിയുമായിട്ട് ഉള്ളത്. ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ നല്ല രീതിക്ക് നടക്കണമെങ്കിൽ ഗ്യാസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കുറവായിരിക്കണം, റെസ്പിറേറ്ററി മെംബ്രെയിൻ്റെ തിക്നെസ്സും കുറവായിരിക്കണം. സോ ദ ഡിഫ്യൂസിങ് കപ്പാസിറ്റി, അപ്പോൾ ഇത് നമ്മൾ വളരെ നല്ല രീതിക്ക് വ്യക്തമായിട്ട് നമ്മളിത് പഠിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻറ്റ്, സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ എ ഫ്ലൂയിഡ് മീഡിയം, ടോട്ടൽ സർഫസ് ഏരിയ, മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ ഗ്യാസ് ആൻഡ് തിക്നെസ് ഓഫ് ദ റെസ്പിറേറ്ററി മെംബ്രെയിൻ. അതിൽ പ്രഷർ ഗ്രേഡിയൻറ്റും സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസും ടോട്ടൽ സർഫസ് ഏരിയയും കൂടിക്കഴിഞ്ഞാൽ ഡിഫ്യൂസിങ് കപ്പാസിറ്റി കൂടും. ദാറ്റ് ഈസ് അവിടെ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സും ഡിഫ്യൂസിങ് കപ്പാസിറ്റിയോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വേറസ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 2 തിങ്സ്. ഏതൊക്കെയാണ്? മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ ഗ്യാസ് ആൻഡ് തിക്നെസ് ഓഫ് ദ റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാരാമീറ്ററായ ആൽവിയോളാർ കാപ്പിലറി മെംബ്രെയിനിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ്. നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്
diffusion gradient, also known as diffusion gradient. So what is this diffusion gradient? എന്താണ് diffusion gradient? Diffusion gradient എന്ന് പറയുന്നത് it is the difference between partial pressure of the individual gas across the alveolar capillary membrane of that particular gas. അപ്പോൾ നമുക്കറിയാം ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു നല്ല ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, നമ്മളിനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പാർഷ്യൽ പ്രഷേഴ്സ് തമ്മിൽ, അതായത് ആൽവിയോളയിലും ക്യാപ്പിലറിയിലും അല്ലെങ്കിൽ ക്യാപ്പിലറിയിലും ടിഷ്യൂസിലും, ഈ രണ്ട് സൈറ്റിലാണ് നമുക്ക് എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷൻ, ഇങ്ങനെ രണ്ട് ടൈപ്പ് റെസ്പിറേഷനാണ് ഉള്ളത്. അതിൽ എക്സ്റ്റേണൽ റെസ്പിറേഷൻ നടക്കുന്നത് ആൽവിയോളയും ബ്ലഡും തമ്മിൽ, ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ നടക്കുന്നത് ബ്ലഡും ടിഷ്യൂസും തമ്മിലാണ്. ഇസ്ന്റ് ഇറ്റ്? ബ്ലഡും ടിഷ്യൂസും തമ്മിലാണ്. അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് ഗ്യാസസ് എക്സ്ചേഞ്ചബിൾ ആകണമെങ്കിലും ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ഗ്യാസസ് എക്സ്ചേഞ്ചബിൾ ആകണമെങ്കിൽ, ദാറ്റ് ഈസ് ആൽവിയോളയിലുള്ള ഓക്സിജനെ ബ്ലഡ് വഴി ടിഷ്യൂസിലേക്ക് എത്തിക്കണം, അല്ലേ? അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ കയറണം. അതേസമയം ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്കും വരണം. അങ്ങനെ വരണമെങ്കിൽ അവിടെ ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കണം. ആൽവിയോളയിലുള്ള പാർഷ്യൽ പ്രഷറും ബ്ലഡിലുള്ള പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള വരുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ടോ ആ ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റിൻ്റെ ഓർ ഡിഫ്യൂഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിലാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോ ഗ്യാസസിൻ്റെയും എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാലേ പറ്റുള്ളൂ. സോ അത് നമുക്ക് ഈ ഒരു ലെക്ചറിൻ്റെ തന്നെ വരുന്ന ഭാഗങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. So the next is there are some chemical laws. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള ചില ലാസുമായിട്ട് ഈ ഡിഫ്യൂഷൻ റിലേറ്റഡ് ആണ്. സോ there are some laws governing the diffusion. Okay, and which are those laws? ഏതൊക്കെയാണ് law? First one is the Henry's law. Okay. Henry's law എന്താ പറയുന്നത്? Henry's law states that the amount of gas dissolved in a liquid at a given temperature is directly proportional to the partial pressure gradient and solubility of the particular gas. അല്ലേ? അപ്പോൾ ഒരു ലിക്വിഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഡിഫ്യൂസബിൾ ആകുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ആൻഡ് ദ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് എന്നാണ് ഹെൻറീസ് ലായിൽ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു ഡിഫ്യൂസ് ആകുന്ന ഗ്യാസ് അത് ഏതും ആയിക്കോട്ടെ, എയ്തർ ഓക്സിജൻ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ഏതും ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആണെങ്കിലും അത് നമ്മളൊരു ഗിവൺ ടെമ്പറേച്ചറിൽ എത്രത്തോളം, ഗിവൺ ഒരു പാരാമീറ്ററിൽ എത്രത്തോളം ഗ്യാസ് ഡിഫ്യൂസബിൾ ആയി എന്നുള്ളത് അവിടെ അതിന് കിട്ടിയ ആ ഡിഫ്യൂസ് ആകാൻ അതിന് എത്രത്തോളം പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് കിട്ടിയെന്നും അതുപോലെ ആ ഗ്യാസിന് എത്രത്തോളം സോലിബിലിറ്റി പവർ ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ നല്ലൊരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ് അവിടെ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഗ്രേഡിയൻ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് ഡിഫ്യൂസബിൾ ആയിട്ടുണ്ട് ആ ഗ്യാസ്. അതല്ലെങ്കിൽ ഗ്യാസിന് നല്ലൊരു രീതിയിലുള്ള ഒരു സോലിബിലിറ്റി പവർ ഉണ്ടായിരിക്കണം, എങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിഫ്യൂസബിൾ ആകും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല രീതിക്ക് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ വലിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളണമെങ്കിൽ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ കറക്റ്റായിട്ട് നടക്കണം. അതിന് ഈ പറഞ്ഞ റെസ്പിറേറ്ററി ട്രാക്റ്റും പിന്നെ ബ്ലഡ് വെസൽസും ഒക്കെ പ്രോപ്പറായിരിക്കണം. കാരണം ബ്ലഡ് വെസൽസ് ഒക്കെ പ്രോപ്പറായിരുന്നാലല്ലേ നമുക്ക്, അതുപോലെ വെയിൻസും ബ്ലഡ് വെസൽസും ഒക്കെ പ്രോപ്പറായിരുന്നാൽ മാത്രമല്ലേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് ഫ്ലോ കിട്ടത്തുള്ളൂ. സോ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൽ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബ്ലഡിൽ കൂടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അതുപോലെ തന്നെ ആൽവിയോളയും നല്ലൊരു കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു നല്ല പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടി ഉണ്ടായിരിക്കണം. സോ ദ ഫസ്റ്റ് law governing the law of diffusion is Henry's law. What is Henry's law? States that it is the amount of gas dissolved in a liquid at a given temperature is directly proportional to the partial pressure and the solubility of the gas. Okay, got it? Then the next is next law is the
ഫിക്സ് ലാ. നെക്സ്റ്റ് ലാ എന്ന് പറയുന്നത് ഫിക്സ് ലാ ആണ്. ഫിക്സ് ലാ എന്താണ്? ഫിക്സ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? വോളിയം ഓഫ് ഗ്യാസ് ഡിഫ്യൂസിങ് പെർ മിനിറ്റ് അക്രോസ് ദ മെംബ്രൈൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മെംബ്രൈൻ സർഫസ് ഏരിയ, ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് ഓഫ് ദ ഗ്യാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദ റെസ്പിറേറ്ററി മെംബ്രൈൻ. അപ്പോൾ ഫിക്സ് ലായിൽ ഒരു മെംബ്രൈനിൽ എക്രോസ് ആയിട്ട് ഡിഫ്യൂസബിൾ ആകുന്ന ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4 പാരാമീറ്റേഴ്സാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസ്പിറേറ്ററി മെംബ്രൈൻ്റെ സർഫസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റെസ്പിറേറ്ററി മെംബ്രൈനിന് നല്ല സർഫസ് ഏരിയ ഉണ്ടായിരിക്കണം. ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം, ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ഗ്യാസിന് ഡിഫ്യൂസബിൾ ആകാൻ പറ്റൂ. ദെൻ ഒരു ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. സോ വാട്ട് ഈസ് ദിസ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്? ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ വരുമ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമുക്ക് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു കോഎഫിഷ്യൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിഫ്യൂസ് ത്രൂ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുപാതമായി, അതായത് നമുക്കറിയാം ഡിഫ്യൂഷനിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ്? മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് മൂവ്സ് ഫ്രം ദ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുപാതമായിട്ട് ഒരു സബ്സ്റ്റൻസ് ഡിഫ്യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഹിയർ. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ കൊടുത്തത്. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിലേക്ക് വരുവാണ്. ഫസ്റ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ. എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ഈസ് ഹാവിംഗ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് 159 mmHg ആൻഡ് ഇൻ ആൽവിയോളൈ വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ? 104 mmHg ആൻഡ് ഇൻ ദ ബ്ലഡ് എന്ന് പറയുന്നത് 40 mmHg. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിക്ക് വരാം. പൾമനറി കാപ്പിലറിയിലും ബ്ലഡ് ഉണ്ട്, സിസ്റ്റമിക് കാപ്പിലറിയിലും ബ്ലഡ് ഉണ്ട്. വാട്ട് ആർ കാപ്പിലറീസ്? കാപ്പിലറീസ് എന്താണ്? Capillaries are the joining point where arteries and veins come in contact with. അതായത് എവിടെയൊക്കെയാണോ ആർട്ടറീസും വെയിൻസും കോൺടാക്റ്റിൽ വരുന്നത്, ജോയിൻ്റ് ആകുന്നത്, ആ ഒരു ഇതിനെയാണ് ദേ ആർ ദ സ്മാളസ്റ്റ് ബ്ലഡ് വെസൽസ്. അതാണ് നമ്മുടെ കാപ്പിലറീസ് എന്ന് പറയുന്നത്. സോ പൾമനറി ദാറ്റ് ഈസ് ലങ്സിൽ, ആൽവിയോളയിൽ പൾമനറി കാപ്പിലറീസ് ഉണ്ട്. ദാറ്റ് ഈസ് പൾമനറി ആർട്ടറിയും പൾമനറി വെയിനും വന്ന് ജോയിൻ്റ് ആകുന്ന സ്ഥലത്ത് പൾമനറി കാപ്പിലറി ഉണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം, ഒരു കാപ്പിലറിക്ക് ഒരു ആർട്ടീരിയൽ പോർഷനും കാണും, ഒരു വീനസ് പോർഷനും കാണും, ഇസ്ൻ്റ് ഇറ്റ്? സോ ദിസ് പൾമനറി കാപ്പിലറിയിൽ ഒരു ആർട്ടീരിയൽ എൻഡും ഉണ്ട്, ഒരു വീനസ് എൻഡും ഉണ്ട്. സോ ആർട്ടീരിയൽ എൻഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 40. ദാറ്റ് ഈസ് എങ്ങനെ? വീനസ് പ്രഷറിൽ അല്ല വീനസ് സൈറ്റിൽ 104. ഹൗ? നമുക്കറിയാം വെയിൻസിൽ കൂടുതലും ആർട്ടറീസിൽ കുറവും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇതെങ്ങനെ സംഭവിച്ചു? വി ഓൾ നോ all the arteries in the body carry oxygenated blood except pulmonary artery. നമുക്കറിയാം, ശരീരത്തിലെ എല്ലാ ധമനികളും ആർട്ടറീസും ശുദ്ധരക്തത്തെയാണ് വഹിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓക്സിജൻ. എല്ലാ സിസ്റ്റമിക് കാപ്പിലറീസും ആർട്ടീരിയൽ എൻഡ്, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും അല്ലേ? പൾമനറി ആർട്ടറിയിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതായത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഒരുപാട്, അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഒരുപാട് കുറഞ്ഞ ഒരു ഏരിയ ആണ്. അതാണ് 40 ആയിപ്പോയത് അവിടെ. ഓക്കെ, ദെൻ വീനസ് എൻഡിലേക്ക് വരുമ്പോൾ 104 mmHg. ഓൾ ദ വെയിൻസ് ഇൻ ദ ബോഡി ക്യാരീസ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് which vein? Pulmonary vein. Pulmonary vein is the vein which collects the blood from the alveoli and given it to the left side of the heart for circulation അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പൾമനറി സർക്കുലേഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൾമനറി കാപ്പിലറീൻ്റെ ആർട്ടീരിയൽ എൻഡിൽ 40 mmHgയും പൾമനറി കാപ്പിലറീൻ്റെ വീനസ് എൻഡിൽ 104 mmHgയുമാണ്, വിച്ച് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ആൽവിയോളൈ. Then coming to
ദ നെക്സ്റ്റ് ഈസ് സിസ്റ്റമിക് കാപ്പിലറി. സിസ്റ്റമിക് കാപ്പിലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റത്തിലും വരുന്ന കാപ്പിലറീസ്. എല്ലായിടത്തും ആർട്ടറീസും വെയിൻസും മീറ്റ് ചെയ്തിട്ട് കാപ്പിലറീസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സിസ്റ്റമിക് കാപ്പിലറീസിൽ ആർട്ടീരിയൽ എൻഡിൽ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 95 mmHg. സിസ്റ്റമിക് കാപ്പിലറീസിൻ്റെ വീനസ് എൻഡിൽ എത്രയാണ് പാർഷ്യൽ പ്രഷർ? 40 ആണ്. വീനസ് എൻഡിൽ 40 mmHg ആണ്. ദാറ്റ് ഈസ് സിസ്റ്റമിക് വെയിൻസിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ സിസ്റ്റമിക് വെയിൻസിൽ കുറവാണ്, പക്ഷേ സിസ്റ്റമിക് ആർട്ടറീസിൽ കൂടുതലാണ്. 95 mmHg ആണ്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിലും വരുന്നുണ്ട്, അത് പറയാം. ആദ്യം ഓക്സിജൻ നോക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ മാത്രമേ, കാരണം ഈ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് വരുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർഷ്യൽ പ്രഷേഴ്സ് എത്രയാണ് എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേറ്ററി ഫെയിലുവറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഏത് ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചാണ് ഡിഫ്യൂഷനാണ് നോക്കുന്നത്? ഓക്സിജൻ്റെ. അപ്പോൾ ഓക്സിജൻ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫസ്റ്റ് ലങ്സിനുള്ളിലേക്ക് ആൽവിയോളയിലേക്ക് വരണം. സോ അറ്റ്മോസ്ഫിയറിൽ എത്രയായിരുന്നു പാർഷ്യൽ പ്രഷർ? 159 mmHg ആയിരുന്നു. ആൻഡ് ആൽവിയോളയിലോ 104 mmHg. അപ്പോൾ ആൽവിയോളയിൽ എന്താ ഉള്ളത്? ആൽവിയോളയിനെ ലൈൻ ചെയ്തുകൊണ്ട് ഏത് ബ്ലഡ് വെസൽ? പൾമനറി കാപ്പിലറി ഉണ്ട്. വി നോ പൾമനറി കാപ്പിലറി ഹാസ് ആൻ ആർട്ടീരിയൽ എൻഡ് ആൻഡ് എ വീനസ് എൻഡ്. ഓൺ ദ ആർട്ടീരിയൽ എൻഡിൽ പാർഷ്യൽ പ്രഷർ 40യും വീനസ് എൻഡിൽ 104 ആണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഹിയർ ഇവിടെ ഓക്സിജൻ, അതായത് ആൽവിയോളയിൽ നിന്ന് ഈ പറഞ്ഞ പൾമനറി കാപ്പിലറിയിലേക്ക് ഓക്സിജൻ കിട്ടണം അല്ലേ. ഓക്സിജൻ അതായത് അവിടെയുള്ള ആൽവിയോളയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ പുറത്തുനിന്ന് വലിച്ചെടുത്ത 159 mm കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. സോ ഒരു ഹൈ കോൺസെൻട്രേഷനിൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഓക്സിജനെ നമ്മൾ ലോ കോൺസെൻട്രേഷനായി നമ്മുടെ ആൽവിയോളയിൽ കുറവാണ്, അങ്ങോട്ടേക്ക് വലിച്ചെടുത്തു. സോ എയർ എൻറ്റേഴ്സ് ദ ആൽവിയോളൈ. ഇവിടെ നിന്നാൽ പോരാ, ഈ ഓക്സിജൻ ഇനി ബോഡിക്ക് കിട്ടണമെങ്കിൽ ത്രൂ പൾമനറി കാപ്പിലറീസ് ഇറ്റ് റീച്ചസ് എവറി ഓർഗൻ. സിസ്റ്റമിക് കാപ്പിലറീസ് വഴി ഓരോ ഓർഗൻസിലും ടിഷ്യൂസിലും എത്തണം. അതിന് ആൽവിയോളയിൽ നിന്ന് പൾമനറി കാപ്പിലറിയിലേക്ക് എന്ത് ചെയ്യണം? ഈ ഓക്സിജനെ വിട്ടുകൊടുക്കണം, ബ്ലഡിലൂടെ വിട്ടുകൊടുക്കണം. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് വേണം. സോ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ആൽവിയോളൈ ഈസ് 104 ആൻഡ് ദ വെയിൻസ് ആർ വീനസ് എൻഡ് ഓൾസോ. പൾമനറി കാപ്പിലറിയുടെ വീനസ് എൻഡിൽ 104 ആൻഡ് ആർട്ടീരിയൽ എൻഡിൽ 40. സോ ഹിയർ ഒക്കേഴ്സ് എ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓഫ് 56 mmHg. How ഈ 56 എങ്ങനെ കിട്ടി? ദിസ് 104 minus this 40, 56 mmHg. And with the help of this 56 mmHg pressure gradient, the oxygen is exchanged to pulmonary capillary and the carbon dioxide here is exchanged to the alveoli for expiration, for eliminating the carbon dioxide gas. ഓക്കെ, ഇനി അറ്റ് ദ ടിഷ്യൂ ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് സിസ്റ്റമിക് കാപ്പിലറീസ് ആണ് അല്ലേ. സിസ്റ്റമിക് കാപ്പിലറീസ് വഴി പല ടിഷ്യൂസിലേക്ക് എത്തുന്നു. വി നോ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ സിസ്റ്റമിക് കാപ്പിലറി ആർട്ടീരിയൽ എൻഡിൽ 95 mmHgയും വീനസ് എൻഡിൽ 40 mmHg ആണെന്ന് നമുക്ക് അറിയാം. സോ ഹിയർ ഒക്കേഴ്സ് എ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓഫ് 55 mmHg. And with the help of this pressure gradient, this oxygen is exchanged and carbon dioxide also will be exchanged. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നുണ്ട്. സോ ഫിസിയോളജിക്കൽ ഷണ്ട് ഓഫ് പൾമനറി സർക്കുലേഷൻ എന്താണെന്നറിയാവോ? ഫിസിയോളജിക്കൽ ഷണ്ട് ഓഫ് പൾമനറി സർക്കുലേഷൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 sites. 2 സൈറ്റ്സിലാണ് ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നത്. എവിടെയൊക്കെയാണ് ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നത്? എവിടെയൊക്കെയാണ്
ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നത് ഒന്ന് ബ്രോങ്കിയൽ സർക്കുലേഷനിൽ നടക്കുന്നുണ്ട്, പിന്നെ തെസ്ബിയൻ വെയിൻസ് വഴിയും ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ ഓക്സിജൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ഇൻ 2 ഫോംസ്, 2 ഫോംസിലാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ഈസ് ഒന്നെങ്കിൽ അത് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാകാം, ദാറ്റ് ഈസ് ഓൺലി 3% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതായത് ഹീമോഗ്ലോബിനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. 97% നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ 2 രീതിയിലാണ് എന്ത് നടക്കുന്നത്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ത്രൂ ദ പ്ലാസ്മ, ഓൺലി 3% പ്ലാസ്മയിൽ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് നമ്മളൊരു 100 mm പ്ലാസ്മ എടുക്കുകയാണെങ്കിൽ അതിൽ 0.3 ml മാത്രമാണ്, 0.3 ml ഓക്സിജൻ മാത്രം പ്ലാസ്മയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫോമിൽ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് കാരണം എന്താണ്, വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ പ്ലാസ്മയിൽ കൂടെ ട്രാൻസ്പോർട്ടബിൾ ആകുന്നുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഓക്സിജന് വാട്ടറിൽ സോലിബിലിറ്റി കുറവാണ്. ആൻഡ് പക്ഷേ ഈ ഒരു ഫോമിലും കൂടെ വലിച്ചെടുക്കപ്പെടണം ഓക്സിജനെ, പ്ലാസ്മയിലും കൂടെ ഉള്ള ട്രാൻസ്പോർട്ട് നടന്നിരിക്കണം. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ടിഷ്യൂസിൽ ഓക്സിജൻ ഡിമാൻഡൊക്കെ കൂടിക്കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ മസ്കുലാർ എക്സസൈസൊക്കെ നടക്കുമ്പോൾ അഡീഷണലായിട്ട് ഓക്സിജൻ്റെ ഒരു സപ്ലൈ നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ട് വരും. അറ്റ് ദാറ്റ് ടൈം ഈ ഒരു ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഫോമിൽ നിന്നൊക്കെ ഓക്സിജനെ ടിഷ്യൂസ് കൺസ്യൂം ചെയ്യും. സോ ഓക്സിജൻ പ്ലാസ്മയിലും ഡിസോൾവബിൾ ആയി പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ്, ഏറ്റവും കൂടുതൽ ബോഡിക്കകത്ത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്സിഹീമോഗ്ലോബിൻ വഴിയാണ്. അബൌട്ട് 97% ഓഫ് ദ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ആസ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിഹീമോഗ്ലോബിൻ വഴിയുള്ള ട്രാൻസ്പോർട്ട്, അവിടെ നമുക്ക് ഓക്സിജനേഷനാണ് നടക്കുന്നത്, നോട്ട് ഓക്സിഡേഷൻ. അതായത് ഇവിടെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ടതിൻ്റെ കുറച്ച് ആവശ്യകതയുണ്ട്. ഓക്സിജൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ വലിച്ചെടുക്കുന്നു, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ടിഷ്യൂസിന് അത് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അതിനകത്ത് 4 ആറ്റംസ് ഓഫ് അയൺ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഹീമോഗ്ലോബിനകത്ത് ഓരോ അയണം എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? ഫെറസ് ഫോമിലാണ് ഹീമോഗ്ലോബിനിൽ അയൺ ഒക്കർ ചെയ്യുന്നത്. ആൻഡ് വെൻ ഈച്ച് അയൺ ആറ്റം കമ്പൈൻ വിത്ത് 1 molecule ഓഫ് ഓക്സിജൻ, അതായത് ഒരു ഈ ഹീമോഗ്ലോബിന് 4 അയൺ ആറ്റം ഉണ്ട്, അതായത് 4 ചെയറുണ്ട്, ഓക്സിജൻ ഇരിക്കാൻ 4 ചെയറുണ്ട്. അതിൽ ഓരോ ചെയറിലും ആരാ ഉള്ളത്? ഇരുമ്പിൻ്റെ ചെയറാണ്, ദാറ്റ് ഈസ് അയൺ ആണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ അയൺ എന്ന് പറയുന്നത് ഫെറസ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ അയൺ ആറ്റവും ഓരോ ഓക്സിജൻ മോളിക്യൂളിനെ വലിച്ചെടുത്ത് ആ ഒരു ഇരുമ്പ് കസേരയിൽ ഇരുത്തുന്നു, അല്ലേ? എന്നിട്ട് അപ്പോൾ ആഫ്റ്റർ കോമ്പിനേഷൻ, ഇപ്പോൾ HB അയൺ എന്ത് ചെയ്തു, ഓക്സിജനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തോന്നലുണ്ടാകും, അയൺ അതൊരു എലമെൻ്റാണ്, അത് ഓക്സിജനെ പോലെയുള്ള ഒരു എലമെൻറ്റിനെ വലിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിഡോക്സ് റിയാക്ഷൻസ് അവിടെ നടക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ഡൗട്ട് വരും. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു തരത്തിലുള്ള റിഡോക്സ് റിയാക്ഷനും നടക്കുന്നില്ല. അതേസമയത്ത് അവിടെ നടക്കുന്നത് ഓക്സിജനേഷനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓക്സിഹീമോഗ്ലോബിൻ്റെ പ്രോസസ് ഓഫ് ഫോർമേഷനെ നമ്മൾ ഓക്സിഡേഷൻ എന്നല്ല ഓക്സിജനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വൺ മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ ക്യാൻ അബ്സോർബ് 4 molecules of oxygen. Okay, 4 molecules of oxygen. So oxygen carrying capacity of hemoglobin എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം അനീമിയ ഒക്കെയുള്ള ആൾക്കാരിൽ നല്ല രീതിക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതായത് തലവേദന ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അനീമിയ വരുമ്പോൾ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറയുവാണ്, അപ്പോൾ ബോഡിക്കകത്തുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് കുറയുവാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് സ്വാഭാവികമായിട്ടും കുറയുമ്പോൾ എല്ലാ ടിഷ്യൂസിനും
എന്ത് ചെയ്യുന്നില്ല, ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കും അവിടെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് തലവേദന പോലുള്ള സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ അത് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് 1 gram ഹീമോഗ്ലോബിൻ ക്യാരീസ് 1.3 ml ഓഫ് ഓക്സിജൻ ആൻഡ് 1 gram ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 1.3 ml ഓക്സിജനെ ക്യാരി ചെയ്യും. അപ്പോൾ 15 gram ഹീമോഗ്ലോബിൻ, ദാറ്റ് ഈസ് ദ നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ. 15 gram എന്ന് പറയുന്നത് നോർമൽ ഹീമോഗ്ലോബിനാണ് ഏതൊരാളിലും ഉണ്ടായിരിക്കേണ്ടത്. അതിൽ 20.1 ml ഓഫ് ഹീമോഗ്ലോബിൻ ml ഓഫ് ഓക്സിജൻ ഷുഡ് ക്യാരി ചെയ്യാൻ പറ്റും അല്ലേ. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു നോ. ഓക്സിജൻ ആ രീതിയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഫിസിയോളജിക്കൽ ഷണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം 95% ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. അതായത് 100% സാച്ചുറേറ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുമ്പോൾ 95 മാത്രമേ ഉള്ളൂ. അതിന് കാരണം ഈ ഫിസിയോളജിക്കൽ ഷണ്ട്. അപ്പോൾ 5% എവിടെ പോയി, ഫിസിയോളജിക്കൽ ഷണ്ടിൽ പോയി. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബ്രോങ്കിയൽ സർക്കുലേഷനിലും അതുപോലെ തന്നെ തെസ്പിയൻ വെയിൻസ് വഴി ഡയറക്റ്റായിട്ട് കാർഡിയാക് ചേമ്പേഴ്സിലേക്കും ഈ ഒരു ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നുണ്ട്. അതായത് പൾമനറി വെയിൻ അവിടെ നിന്ന് ബ്ലഡിനെ വഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ്, ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണ്. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ എല്ലാ ചേമ്പേഴ്സിലും എന്തുണ്ട്, ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് വെസലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് തെസ്പിയൻ വെയിൻസ് ഓർ വീനെ കോഡെ മിനിമൈ എന്ന് പറയും. ഏറ്റവും കൂടുതൽ കാണുന്ന റൈറ്റ് വെൻട്രിക്കിളിലാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ചേമ്പേഴ്സിലും ഈ വീനെ കോഡെ മിനിമൈ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വീനെ കോഡെ മിനിമൈൽ എന്താണ്, അവിടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, പൾമനറി വെയിനിലുള്ളത് ഓക്സിജനേറ്റഡ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഈ വീനെ കോഡെ മിനിമയിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കാണുമ്പോൾ അതിലൊരു സഹതാപം തോന്നി കുറച്ച് ഓക്സിജനെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അങ്ങനെ അവിടെ ഒരു വീനസ് അഡ്മിക്സ്ചർ നടക്കുന്നു. അങ്ങനെ 5% ഓക്സിജൻ അതിന് വിട്ടുകൊടുക്കുകയാണ് അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രോങ്കിയൽ സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക, ആൽവിയോളയിലുള്ള ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ലങ്സിന് സപ്ലൈ ചെയ്യുന്നത് ബ്രോങ്കിയൽ ആർട്ടറിയാണ് അല്ലേ. അപ്പോൾ ആ ബ്രോങ്കിയൽ ആർട്ടറിയിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഓക്സിജൻ എടുക്കുന്ന സമയത്ത് ആൽവിയോളയിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് സം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു ബ്രോങ്കിയൽ ആർട്ടറിയിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഫിസിയോളജിക്കൽ ഷണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. സൈമൾട്ടേനിയസ്ലി നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും ഇതേപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ പുറത്തേക്ക് തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും അല്ലേ. ആൻഡ് ഇൻ ബ്ലഡിൽ എത്രയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 46 mmHg ആണ്. 46 mmHg ആണ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ, അതായത് ഫസ്റ്റ് ലങ്സിനുള്ളിൽ ആൽവിയോളയും ബ്ലഡുമായിട്ട് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നത് ഒരു -6 mmHg എന്ന് പറയുന്ന ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റിലാണ്. ഓക്കെ, ഒരു -6 mmHg എന്ന് പറയുന്ന ഒരു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റിൽ ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദ ടിഷ്യൂസിൽ എങ്ങനെയാണ് ഓക്സിജൻ്റെ നടക്കുന്നത്, ടിഷ്യൂസിലേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാപ്പിലറീസിൻ്റെ ആർട്ടീരിയൽ എൻഡിൽ പൾമനറി സിസ്റ്റമിക് കാപ്പിലറീസിൻ്റെ ആർട്ടീരിയൽ എൻഡിൽ 40 mmHg ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അതേസമയത്ത് സിസ്റ്റമിക് കാപ്പിലറീൻ്റെ വീനസ് എൻഡിൽ 46 mmHg ആണ്. സിമിലർലി പൾമനറി കാപ്പിലറിയിലും സെയിം തന്നെയാണ്, 46ഉം 40ഉം ആണ്. സോ 2 സ്ഥലത്തും ഒരു 6 mmHgയുടെ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു ദിസ് പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ത് സംഭവിക്കുന്നു, ദ കാർബൺ ഡൈ ഓക്സൈഡ് ഗെറ്റ് ഈസിലി എക്സ്ചേഞ്ച്ഡ് ഫ്രം ദ ബ്ലഡ് ടു ആൽവിയോളെ ആൻഡ് സെയിം അത് ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്കും
വളരെ പെട്ടെന്ന് അത് ഡിഫ്യൂസബിൾ ആകുന്നു ഡ്യൂ ടു ദീസ് പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓഫ് 6 mmHg. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇതിൻ്റെ കോർ കൺസെപ്റ്റ്സ് ആണ്. ഇത്രയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടോപ്പിക്കായ റെസ്പിറേറ്ററി ഫെയിലുവറിലേക്ക് പോകാനായിട്ട് പറ്റൂ. ഇപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ ഒരു കോർ കൺസെപ്റ്റ്സ് അറിയണം. അതല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാകത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു അവർ ടോപ്പിക് വാട്ട് റെസ്പിറേറ്ററി ഫെയിലുവർ. സോ വാട്ട് ഈസ് റെസ്പിറേറ്ററി ഫെയിലുവർ? നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ ദിസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇത് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നോർമലായിട്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു നല്ല ഇൻടാക്റ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി മെംബ്രെയിൻ ആയിരിക്കണം, പൾമനറി കാപ്പിലറി ബ്ലഡ് ഫ്ലോ നല്ല രീതിക്ക് നടന്നിരിക്കണം, പിന്നെ നല്ലൊരു പ്രഷർ ഗ്രേഡിയൻറ്റും വന്നിരിക്കണം. ഈ 3 ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ നോർമൽ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽസിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് റെസ്പിറേറ്ററി സിസ്റ്റം മാറിയാൽ that condition is known as respiratory failure. Okay, this respiratory failure is either of hypoxia ഉണ്ട്, ഹൈപ്പർകാപ്നിയയും വരുന്നുണ്ട്. ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആർട്ടീരിയൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓക്സിജൻ. ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആർട്ടറീസിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലുവർ എന്നും, ഹൈപ്പർകാപ്നിയ എന്ന് പറയുമ്പം ആർട്ടീരിയൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആർട്ടറീസിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഹൈപ്പർ കാപ്നിയ എന്ന് പറയും. സോ അത് രണ്ടും മനസ്സിലാക്കുക. ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഹൈപ്പോക്സിയ എന്താണ്, ഹൈപ്പർ കാപ്നിയ എന്താണെന്നുള്ളത്. ഇനി റെസ്പിറേറ്ററി ഫെയിലുവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈപ്പർ കാപ്നിയ. അതായത് ഹൈപ്പർ കാപ്നിയ ഉണ്ടോ ഇല്ല. ഹൈപ്പർ കാപ്നിയ എന്താണ്? ആർട്ടീരിയൽ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനെയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ കാപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ട് നമുക്ക് ഈ റെസ്പിറേറ്ററി ഫെയിലുവറിനെ രണ്ടായിട്ട് തിരിക്കാം. ടൈപ്പ് 1 ഓർ ഹൈപ്പോക്സിക് ഓർ നോർമോ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലുവർ, ഓർ ടൈപ്പ് 2 ഓർ ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലുവർ. അതുപോലെ തന്നെ അക്യൂട്ട് എന്നും ക്രോണിക് എന്നും കൂടി ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 ഈസ് ഓൾസോ നോൺ ആസ് hypoxic respiratory failure or normocapnic respiratory failure. Type 2 is hypercapnic respiratory failure. Okay, so എന്താണ് ഇവയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് type 1 respiratory failure or hypoxic and normocapnic respiratory failure. അപ്പോൾ എന്താണ് ഈ ഒരു ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നമുക്കറിയാം പൾമനറി ആർട്ടറീസിൽ നമ്മുടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ പൾമനറി ആർട്ടറീസിലും സിസ്റ്റമിക് ആർട്ടറീസിലും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ലെസ് ദാൻ 60 mmHg 60 mmHg കുറഞ്ഞു പോവുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലിന് ഒരു ചേഞ്ചും സംഭവിക്കാതെ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറും 60 ഒന്നെങ്കിൽ കുറഞ്ഞു പോകാം അല്ലെങ്കിൽ ഒരു ചേഞ്ചും സംഭവിക്കാതെ നിൽക്കുന്ന അതിനെയാണ് നമ്മൾ ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുന്നത്. ഓർ നോർമോ കാപ്നിക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓർക്കുക. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നോർമലാണ്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഈ പാർഷ്യൽ പ്രഷേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഹൈപ്പോക്സിക്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ലെസ് ദാൻ 60 mmHg ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എയ്തർ ലോ ഓർ നോർമൽ. അപ്പോൾ അങ്ങനെ വരുമ്പം ക്ലിനിക്കലി പേഷ്യൻറ്റിന് നല്ല രീതിയിലുള്ള ഡിസ്നിയ, കൺഫ്യൂഷൻ, ടാക്കിപീനിയ, ടാക്കികാർഡിയ, അറൈത്മിയാസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലുവർ. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലുവർ? ഈസ് ഹൈപ്പോക്സിക് ആൻഡ് നോമോകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലുവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈപ്പോക്സിക് അല്ലെങ്കിൽ നോർമോകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലുവറിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് V/Q മിസ്മാച്ച്. V/Q മീൻസ് വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച്. അതായത് നമ്മുടെ ആൽവിയോളി, നമുക്കറിയാം ആൽവിയോളി എന്ന് പറയുന്നത് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ.
മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ആൽവിയോളയ്ക്കകത്ത് ഓക്സിജൻ വരുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ബ്ലഡിലേക്ക് എത്തണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് പറയാൻ കാരണം ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടെയാണ്. അപ്പം ഈ പറഞ്ഞ ആൽവിയോളയിലുള്ള ഓക്സിജനെ ബ്ലഡിലേക്ക് എത്തി ബ്ലഡ് വഴി വേണം ഇവിടെ ടിഷ്യൂസിലേക്ക് എത്തിക്കാൻ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ വെന്റിലേഷൻ നടക്കുന്നു. പക്ഷേ പൾമനറി ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ സിസ്റ്റമിക് കാപ്പിലറീസിലുള്ള ബ്ലഡ് ഫ്ലോയ്ക്ക് ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ബ്ലഡ് ഫ്ലോ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഓക്സിജനെ എല്ലാം പെർഫ്യൂസ് ചെയ്യാനുള്ള ബ്ലഡ് അവിടെ കിട്ടുന്നില്ല. അതല്ല എങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം. ബ്ലഡിൻ്റെ ഫ്ലോ അഡിക്വേറ്റ് ആണ്, പക്ഷേ ഈ പറഞ്ഞ ആൽവിയോളയിലുള്ള നമ്മൾ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലങ് ഡിസീസസോ എന്തെങ്കിലും കൊണ്ട് ആ ഓക്സിജൻ കോൺസെൻട്രേഷൻ പ്രോപ്പർ ആയിട്ടില്ല. ഈ രണ്ടിലേത് സംഭവിച്ചാലും V/Q വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച് സംഭവിക്കാം. പെർഫ്യൂഷൻ മിസ്മാച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഷണ്ട് ഫിസിയോളജി കൊണ്ടോ, നമ്മളറിയാം ഫിസിയോളജിക്കൽ ഷണ്ട് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഷണ്ടിൽ ഓൺലി 5% ആണ് ഷണ്ടിൽ പോകുന്നത്. ചിലപ്പോൾ കൂടുതൽ പല അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ചിലപ്പോൾ കൂടുതൽ ഷണ്ട് ഫിസിയോളജിയിൽ ഓക്സിജൻ പോയി കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഹൈപ്പോക്സീമിയ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞാലോ വെന്റിലേഷൻ കുറഞ്ഞാലോ ഡിഫ്യൂഷൻ, നമുക്കറിയാം ഡിഫ്യൂഷൻ വഴിയല്ലേ ഇത് നടക്കുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ വെയിൻസിലുള്ള ഓക്സിജനും ആർട്ടറീസിലുള്ള ഓക്സിജനും തമ്മിൽ മിക്സപ്പ് ആകുന്ന എന്തെങ്കിലും കണ്ടീഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോക്സീമിയ സംഭവിക്കാം. സോ മെയിനായിട്ടും ഹൈപ്പോക്സീമിയയുടെ കോസസ് എന്ന് പറയുന്നത് ഒന്ന് V/Q മിസ്മാച്ച്, ദാറ്റ് ഈസ് വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച്, ഷണ്ട് ഫിസിയോളജിയിൽ വരുന്ന ഒരു പൊരുത്തക്കേടുകൾ. നമുക്കറിയാം 5% മാത്രമാണ് ഷണ്ടിൽ പോകുന്നത് അല്ലേ, നമ്മൾ തെസ്ബിയൻ വെയിൻസ് വഴിയും ബ്രോങ്കിൽ സർക്കുലേഷൻ വഴിയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കൂടും. അതൊക്കെ കൂടണമെങ്കിൽ എന്തെങ്കിലും ഒരു ലങ് ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡിയോവാസ്കുലർ ഡിസീസോ എന്തെങ്കിലും നമ്മുടെ റെസ്പിറേഷനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ വന്നിട്ട് ഷണ്ട് ഫിസിയോളജിയിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജൻ്റെ അളവ് പെട്ടെന്നൊന്ന് കുറഞ്ഞു പോകുന്ന ഒരു ഇതിലേക്ക് പോവുക, അല്ലെങ്കിൽ വെന്റിലേഷൻ പ്രോപ്പർ അല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറക്റ്റായിട്ട് നടക്കാതിരിക്കുക, ലോ മിക്സഡ് വീനസ് ഓക്സിജൻ, ഇതെല്ലാം തന്നെ ഹൈപ്പോക്സീമിക് റെസ്പിറേറ്ററി ഫെയിലുവറിൻ്റെ കാരണങ്ങളാണ്. ഫോർ സം എക്സാമ്പിൾസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുമ്പോൾ ന്യൂമോണിയ വരുന്നുണ്ട്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, പൾമനറി embolism, cardiogenic pulmonary edema, severe acute respiratory distress syndrome, hepatopulmonary syndrome, arteriovenous malformation, ഇൻട്രാകാർഡിയക് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഓക്സിജൻ കുറഞ്ഞു പോകും അല്ലേ. നമ്മൾ പറഞ്ഞു ലോ അവൈലബിൾ ഇൻസ്പയർഡ് ഓക്സിജൻ, ഹൈപ്പോ വെന്റിലേഷൻ, ഇതൊക്കെ ഓക്സിമിയയുടെ കാരണങ്ങളാണ്. ദെൻ സ്ക്യൂബ ഡൈവിംഗ്, അതുപോലെ ഒപ്പിയേറ്റ് ഓവർഡോസ്, കമ്പഷൻ വിത്ത് എ ക്ലോസ്ഡ് സ്പേസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, ന്യൂറോമസ്കുലർ ഡിസീസസ്, ചെസ്റ്റ് വാൾ റിജിഡിറ്റി, അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ, ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, സിവിയർ ഷോക്ക്, all these are the factors leading to what? ഹൈപ്പോക്സീമിയ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഹൈപ്പോക്സീമിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഫെയിലുവറിൻ്റെ റീസൺസ് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ റീസൺസ്, അതിൻ്റെ എറ്റിയോളജി മനസ്സിലാക്കുക, അതിൻ്റെ കോസസും മനസ്സിലാക്കുക. ഓക്കെ, സോ ഓൾസോ ദീസ് ഈ ഒരു ബ്ലഡ് ഗ്യാസ് അബ്നോർമാലിറ്റീസും കൂടി നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോക്സീമിയയിലേക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 60 mmHg കുറവായിരിക്കും. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 46 mmHg നമ്മൾ പറഞ്ഞു, 46 or 45 mmHgക്ക് താഴെ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. ആൻഡ് H+ റിമൈൻസ് നോർമൽ, ബൈകാർബണേറ്റ് ലെവൽസും നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതാണ് ബ്ലഡ് ഗ്യാസ് അബ്നോർമാലിറ്റീസ് ഇൻ ടൈപ്പ് 1 ഓർ ഹൈപ്പോക്സീമിക് റെസ്പിറേറ്ററി ഫെയിലുവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലുവർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ക്യാപ്നിയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന കണ്ടീഷൻസ് ആണ്. അവിടെ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 60 mmHg ആയിരിക്കും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 45 mmHg ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലുവർ.
ഓക്കെ. അപ്പം ഒരുപാട് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡാമേജ് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവുന്ന കോൺസെൻട്രേഷൻ കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് അല്ലേ. അതായത് ടോട്ടൽ വെൻറ്റിലേഷൻ ലങ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെൻറ്റിലേഷൻ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ആ ഒരു എൻറ്റയർ ആ ഒരു സൈറ്റിനെയും നശിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി കുറയ്ക്കാൻ കഴിവുള്ള ഡിസീസസാണ് ഹൈപ്പർ ക്യാപ്നിയയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പം അക്യൂട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സിവിയർ അക്യൂട്ട് ആസ്മ, അതുപോലെ തന്നെ അക്യൂട്ട് എക്സാബറേഷൻ ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, upper airway obstruction, acute neuropathies or paralysis, narcotic drugs, primary alveolar hyperventilation, flail chest injury, chronic ആയിട്ടുള്ള ഡിസീസസിലാണെങ്കിൽ COPD, chronic obstructive pulmonary disease, sleep apnea, kyphoscoliosis, myopathies or muscular dystrophy, ankylosing spondylitis, ഇതെല്ലാം കോസസ് ഓഫ് ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലുവർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ. അതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ലങ്സിൻ്റെ നമുക്കറിയാം വെൻറ്റിലേഷൻ ഒരു ന്യൂറോ മസ്കുലാർ റെഗുലേഷൻ ഉണ്ട്. അതിന് പ്രശ്നം വരുമ്പം നമ്മളതിനെ ഗില്ലിയൻ ബാരി സിൻഡ്രോം എന്ന് പറയും അല്ലേ. അപ്പോൾ ലങ്സിൽ വെൻറ്റിലേഷൻ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ വെൻറ്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ചാണ് വരുന്നത്. ദാറ്റ് ഈസ് ലങ്സിനുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഈവൻ ഡെത്ത് വരെ വേണമെങ്കിൽ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ബ്ലഡ് ഗ്യാസ് അബ്നോർമാലിറ്റീസ് എങ്ങനെയാണ്? ഹൈപ്പോക്സിയ ഉണ്ടാവും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 60 mmHg ആയിരിക്കും. 60 mmHg താഴെ ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 45 mmHg ആയിരിക്കും. H+ ലെവൽ ഇപ്പം അക്യൂട്ടായിട്ടുള്ള ടൈപ്പ് 2 കണ്ടീഷൻസിൽ H+ ലെവൽ കൂടിയിരിക്കും. ക്രോണിക്കിലാണെങ്കിൽ നോർമൽ ആയിരിക്കാനും സാധ്യതയുണ്ട്, കൂടിയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നോർമലി പറഞ്ഞ H+ ലെവൽ ഇൻക്രീസ്ഡ് ആണ്. ബൈകാർബണേറ്റ് ലെവൽ ഓൾസോ ഇപ്പം അക്യൂട്ടാണ്. ഇപ്പം അക്യൂട്ടിലാണെങ്കിൽ നോർമലായിരിക്കും, ക്രോണിക്കിലാണെങ്കിൽ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കൂടുതലായിട്ട് മനസ്സിലാക്കുക. അപ്പം ടൈപ്പ് 2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 60 mmHg ആണ്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHg ആണ്. ആൻഡ് ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ടൈപ്പ് 2 respiratory failure. Then H+ level increased, HCO3 increased. Okay, increased only in the chronic conditions. Acute kidneys അതിനെ compensate ചെയ്യുന്നുണ്ട്. Okay. ഈ ഒരു റെസ്പിറേറ്ററി ഫെയിലുവറിൻ്റെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സിംറ്റംസും സൈഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ സയാനോസിസ് ഉണ്ടാകും. ഇപ്പം ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എത്തുകയും അങ്ങനെ ബോഡിയിൽ ഒരു നീല കളർ സംഭവിക്കുകയും ചെയ്തു. പണ്ട് വിഷം കഴിച്ചപ്പോഴല്ലേ പരമശിവന് കഴുത്തിൽ നീല വന്നത്. അതുപോലെ പോയ്സണസ് ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ബോഡിയെല്ലാം ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആകും. Patient is restless, patient is anxious, patient is confused, having seizures and coma, and also it causes fainting and fatigue to the body. The level of consciousness also എന്താ പറയുക alters അല്ലേ. then tachycardia, അതുപോലെ ടാക്കിപ്നിയ, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക എക്സസീവ് റെസ്പിറേറ്ററി എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പം ശ്വാസം മുട്ടലുണ്ടാകും, അതുപോലെ അസ്റ്റെറെക്സിസ് ഉണ്ടാകും. ഇതൊക്കെയാണ് റെസ്പിറേറ്ററി ഫെയിലുവറിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡയഗ്നോസിസിലേക്ക് വരുമ്പം PFT ചെയ്ത് നോക്കാം, ചെസ്റ്റ് റേഡിയോഗ്രഫിയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ECG ഒക്കെ എടുത്ത് നോക്കാനായിട്ട് പറ്റും. അതായത് ECG എടുക്കുന്നത് റെസ്പിറേറ്ററി ഫെയിലുവറിന് എന്തെങ്കിലും കാർഡിയോവാസ്കുലർ കോസ് കാരണമാണോ ഉണ്ടായെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. CBC നമുക്ക് ചെയ്ത് നോക്കാം. CBCയിൽ അനീമിയൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പോക്സിയ ഉണ്ടാകും. അതുപോലെ പോളിസൈത്തീമിയ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഹൈപ്പോക്സിമിക് റെസ്പിറേറ്ററി ഫെയിലുവർ സംഭവിക്കാം. പോളിസൈത്തീമിയ വെച്ചാൽ RBC സെൽസ് കൂടുതലാണ്. അപ്പം വരുന്ന എയറിനെക്കാട്ടിലും കൂടുതൽ ബ്ലഡ് എത്തുന്നു. അപ്പോൾ അതും ഒരു ഹൈപ്പോക്സീമിയ കണ്ടീഷൻ ആണ് നമുക്ക് പറയാം. കാരണം ബ്ലഡ് അത്രയും ഉണ്ടാകുമ്പോൾ ആ ബ്ലഡിനെല്ലാം ഓക്സിജൻ കിട്ടണം. അതിനുള്ള ഓക്സിജൻ ഇവിടെ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അതും ഒരു ഹൈപ്പോക്സീമിക് റെസ്പിറേറ്ററി ഫെയിലുവറിലേക്ക് നയിക്കുന്നു. പിന്നെ റീനൽ ആൻഡ് ഹെപ്പാറ്റിക് ഫങ്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സെറം ക്രിയാറ്റിനിൻ കൈനേസും അതുപോലെ തന്നെ
സെറം ക്രിയാറ്റിനിൻ കൈനേസ് ട്രോപ്പോണിൻ 1 ഇതൊക്കെ ഉണ്ടെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. റെസ്പിറേറ്ററി ഫെയിലുവർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ കൊണ്ടാണോ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ TSH നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസമോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. റേഡിയോഗ്രഫിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദിസ് ഈസ് എ റേഡിയോഗ്രാഫിക് പിക്ചർ ഓഫ് ദ റെസ്പിറേറ്ററി ഫെയിലുവർ പേഷ്യൻ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹാർട്ട് സൈസ് ഇൻക്രീസ്ഡ് ആണ്, വാസ്കുലാർ റീഡിസ്ട്രിബ്യൂഷൻ, പെരിബ്രോങ്കിയൽ കഫിംഗ്, പ്ലൂറൽ എഫ്യൂഷൻ, സെപ്റ്റൽ ലൈൻസ്, പെരിഹൈലാർ, ബാറ്റ് വിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫിൽട്രേറ്റ്. ബാറ്റ് വിങ് പോലത്തെ ഇൻഫിൽട്രേറ്റ്സ് ആണ് ഉള്ളത്. ബാറ്റ് വിങ് infiltrates. Okay, then സജസ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക്. അപ്പോൾ ഈ ഇൻഫിൽട്രേറ്റ്സ് ഒക്കെ കാരണം എഡിമ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ റേഡിയോഗ്രാഫിക് അനാലിസിസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റെസ്പിറേറ്ററി ഫെയിലുവർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.